അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നിയന്ത്രണാതീതമായി പടരുകയാണ് കാട്ടുതീ. ദുരന്തത്തിൽ 10-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഏകദേശം 40,000 ഏക്കർ ഭൂമി കത്തിനശിച്ചു. 13 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് നിഗമനം. 5 ദിവസമായി തുടരുന്ന കാട്ടുതീയിൽ ഹോളിവുഡ് മുഴുവൻ യുദ്ധഭൂമിക്ക് സമാനമായി. എവിടെ നോക്കിയാലും കത്തിയ കെട്ടിടങ്ങളും ചാരവും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ പ്രശസ്തമായ നഗരങ്ങളിലൊന്നാണ് ലോസ് ഏഞ്ചൽസ്. ആഗോള ചലച്ചിത്ര വ്യവസായത്തിന്റെ തട്ടകമായ ഹോളിവുഡ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി സിനിമാ കമ്പനികളും ഫിലിം സിറ്റികളും ലോസ് ഏഞ്ചൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജനുവരി 7-ാം തീയതി ഉണ്ടായ കാട്ടുതീ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ തീപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു. 5 ദിവസമായി കാട്ടുതീ നിയന്ത്രണാതീതമായി ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. 8 മാസത്തിലധികം മഴയുടെ അഭാവം മൂലം വരണ്ടുകിടന്ന പ്രദേശങ്ങളിലുണ്ടായ തീയാണ് ഇപ്പോൾ വലിയൊരു കാട്ടുതീയായി മാറിയത്. ദുരന്തബാധിത മേഖലയിൽ താമസിച്ചിരുന്ന ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറി. ഇനിയും പലരെയും മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ട്. 90-ലധികം തവണയാണ് ജനങ്ങൾക്ക് ഒഴിഞ്ഞുപോകാൻ US സർക്കാർ മുന്നറിയിപ്പ് നൽകിയത്. നഗരത്തിലെ 6 പ്രദേശങ്ങൾ തീപിടുത്തത്തിൽ മുഴുവനായും കത്തിനശിച്ചു. ആശുപത്രികൾ, പെട്രോൾ പമ്പുകൾ, സ്കൂളുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയെല്ലാം കത്തിനശിച്ചു. ഇതുവരെ നാശനഷ്ടം $135 ബില്യൺ കവിഞ്ഞതായി കണക്കാക്കുന്നു. മൊത്തം നഷ്ടം $150 ബില്യൺ എത്തുമെന്നാണ് വിലയിരുത്തൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലാകാം. മാലിബു പ്രദേശത്ത് മാത്രം 13,000 ഏക്കർ പ്രദേശം തീപിടുത്തത്തിൽ നശിച്ചു. നിരവധി ഹോളിവുഡ് നടന്മാരുടെ വീടുകളും തീപിടുത്തത്തിൽ നശിക്കുകയുണ്ടായി. കാനഡയും അഗ്നിശമന പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. നിലവിൽ മറ്റ് പല പ്രദേശങ്ങളും തീപിടുത്ത സാധ്യതയിലാണ്. നിരവധി സാധാരണക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു. ഇൻഷുറൻസ് കമ്പനികളും കടുത്ത നഷ്ടം നേരിടുകയാണ്. മോർണിംഗ് സ്റ്റാർ, JP മോർഗൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിശകലന വിദഗ്ധർ ഇൻഷുറൻസ് കമ്പനികൾക്ക് $8 ബില്യൺ നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു. കാട്ടുതീയുടെ തുടക്കം എങ്ങനെയെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. ആരെങ്കിലും അബദ്ധത്തിൽ എവിടെയെങ്കിലും തീ കൊളുത്തിയതായിരിക്കാമെന്നും അതല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾ മനഃപൂർവ്വം തീപിടുത്തം നടത്തിയതായിരിക്കാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. കാലിഫോർണിയയിൽ ഒരു മാസത്തിൽ 2-3 തവണയെങ്കിലും തീപിടുത്തങ്ങൾ ഉണ്ടാകാറുണ്ട്.